വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ടിൽ കാണിച്ച ആ രണ്ട് ഷോർട്ട് കുർത്തീസിൽ ഈ ഒരു യെല്ലോ വൺഡേ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നോക്കുന്നത്. നെക്സ്റ്റ് കുർത്തിയുടെ കട്ടിങ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. അപ്പോൾ ആദ്യം തന്നെ ലൈനിങ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പോണത്. എനിക്ക് ടോപ്പിന് ലെങ്ത്ത് വേണ്ടത് 25 ഇഞ്ചസ് ആണ്. ബട്ട് ലൈനിങ് ഞാൻ എടുക്കുന്നത് ഒരു 16 ഇഞ്ച് ഇറക്കത്തിൽ എടുക്കുന്നുള്ളൂ. ഒപ്പത്തിനൊപ്പം ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാനിത് ചെയ്യണതൊരു മീഡിയം സൈസിന് വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. മീഡിയം സൈസിന് ഷോൾഡർ വേണ്ടത് 14 ഇഞ്ചസ് ആണ്. അപ്പം ഞാൻ അതിൻ്റെ പകുതി 7 ഇഞ്ചസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി തയ്യൽ തുമ്പായിട്ട് ഞാനൊരു 1 ഇഞ്ചും കൂടി ഇട്ട് കൊടുക്കുവാണേ. അപ്പം 8 ഇഞ്ച് മൊത്തത്തിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ എടുക്കണം. അപ്പോൾ മീഡിയം സൈസിന് ഞാൻ എടുക്കുന്ന ആം ഹോൾ 6 ഇഞ്ചസ് ആണ്. ആ 6 ഇഞ്ചസ് ഞാനിവിടെ മാർക്ക് ചെയ്തു കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈനും കൂടെ വരച്ച് കൊടുക്കുവാണേ. ഓക്കെ, ഇവിടെ നമുക്കൊരു കേർവും കൂടി ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ നമുക്ക് ബസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും താഴത്തെ ഹിപ്പിൻ്റെയും മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബസ്റ്റിന് എനിക്ക് വേണ്ടത് 9 ഇഞ്ചസ് ആണ് കേട്ടോ. അതായത് ആക്ച്വൽ വണ്ണത്തിൻ്റെ 4/1 ഇവിടെ മാർക്ക് ചെയ്യുന്നത്. കാരണം തുണി ഇങ്ങനെ നല്ലതായിട്ട് മടക്കി ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 4/1 മാർക്ക് ചെയ്തു. പിന്നെ വേസ്റ്റ് മാർക്ക് ചെയ്യാൻ വേസ്റ്റ് വരുന്നത് എനിക്ക് മുകളിൽ നിന്നൊരു 13 ഇഞ്ച് ഇറക്കത്തിലാണ്. അപ്പം ആ 13 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യണത്. എനിക്കൊരു 16 വേണം. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ട് 8 ഞാൻ മാർക്ക് ചെയ്തു കേട്ടോ. താഴേക്കുള്ളതും ഒരു 9 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ, ഹിപ്പിൻ്റെ അവിടെ കൊണ്ടു. ഇനി നമുക്ക് ഈ ഡോട്ട്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പും കൂടി ഇടണം. 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇടേണ്ടത്. ഞാനിതിപ്പം ഈ സ്കെയിലിൻ്റെ അളവിനനുസരിച്ച് ഇങ്ങനെ വെക്കുവാണ് കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നേരെ ഈ ലാസ്റ്റ് വരച്ച ലൈനിൽ ഇതിലൂടെ വന്ന് ഇങ്ങനെ വന്ന് ഈ കേർവിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കട്ട് ചെയ്തപ്പോൾ കിട്ടിയത് നമ്മുടെ പീസ്. ഇതിപ്പം 2 എണ്ണം ഒന്നിച്ചാണ് ഇവിടെ ജോയിൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടിനും ബാക്കിനുമുള്ള 2 പീസസ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങിൽ. ഇതിപ്പം ടോപ്പിനുള്ള തുണി ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് ബാക്കിനുള്ളതും ഫ്രണ്ടിനുള്ളതും 2 പീസ് ഉണ്ട്. അതിപ്പം ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ വീതി വന്നിട്ട് ഒരു 16 ഇഞ്ച് വീതിയാണിത് മൊത്തം എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് വന്നിട്ട് എനിക്ക് 25 വേണ്ടത്. ഞാനപ്പോൾ കുറച്ച് എക്സ്ട്രാ കരുതിയിട്ട് ഒരു 28 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വേണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാലോ എന്ന് വിചാരിച്ചിട്ട്, കുറഞ്ഞു പോകരുതല്ലോ. അപ്പം ഇതാണ് ഈ ഒരു തുണിയുടെ അളവ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ ബോക്സ് പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. ബോക്സ് പ്ലീറ്റ് കൊടുത്തിട്ടാണ് ബാക്കി മോഡൽസ് ചെയ്യുന്നത്, ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബോക്സ് പ്ലീറ്റ് എങ്ങനെയാണ് കൊടുക്കണേ നോക്കാം. എനിക്ക് ബസ്റ്റിൻ്റെ അവിടെ 2 ബോക്സ് പ്ലീറ്റിന് തമ്മിലുള്ള അകലം വേണ്ടത് 6.5 ഇഞ്ചസ് ആണ്. അപ്പം ആ 6.5 ഇഞ്ചസ് കിട്ടാൻ ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്ക് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ആ 6.5 കിട്ടാൻ വേണ്ടി ഇതിപ്പോൾ തുണി 2 മടക്കിയിട്ടേക്കുന്നതാണല്ലോ. നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഒരു 3.4 ഇഞ്ചാണ് കേട്ടോ. 3.4 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പം ഞാൻ ഈ ബോക്സ് പ്ലീറ്റിൻ്റെ ഇറക്കം എടുക്കുന്ന ഒരു 13.5 ഇഞ്ച് വരെയാണ് കേട്ടോ ഈ ഇറക്കം എടുക്കുന്നത്. അപ്പോൾ ആ 13.5 ഇഞ്ച് വരെ ഈ ഒരു 3.4 ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഞാൻ ആ മാർക്ക് ചെയ്ത ഡോട്ട്സ് ഇങ്ങനെ ഒന്ന് ലൈനായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുവാണേ. ഞാൻ 2 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ ബോക്സ് പ്ലീറ്റിന്. 2 ഇഞ്ച് വെച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ഞാൻ ആ ഡോട്ട്സ് ഒന്നും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് കാണിക്കുന്നുണ്ടേ. സോ ഇത്രയാണ് ഞാൻ ബോക്സ് പ്ലീറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 13.5 ഇഞ്ച് ഇറക്കവും കൂടിയാണ് കേട്ടോ. ഇനി നമ്മൾ ബോക്സ് പ്ലീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത് വരച്ച ലൈൻ ഉണ്ടല്ലോ, അവിടുന്ന് ഇതിങ്ങോട്ട് മടക്കി എടുക്കണം. അതിന് ശേഷം ഈ ലൈൻ ഉണ്ടല്ലോ ആദ്യം വരച്ചത്, അതിലൂടെ വേണം ഇങ്ങനെ കറക്റ്റ് താഴേക്ക് അടിച്ചെടുക്കാൻ കേട്ടോ. 13 ഇഞ്ച് വരെ അങ്ങനെ അടിച്ചെടുക്കണം. അപ്പം അത് ആ ലൈൻ എവിടെയാണെന്ന് നോക്കിയിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചാൽ മതിയാകും. എന്നിട്ട് അതിലൂടെ നേരെ അങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ചൊരു നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ലായിരിക്കും, ഞാൻ വരച്ചതിൻ്റെ ഒരു ഷെയ്ഡ് എനിക്ക് മുകളിൽ നിന്ന് കാണാം. അപ്പോൾ എനിക്കിത് പിൻ ചെയ്ത് വെക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതിങ്ങനെ നോക്കി നോക്കി കറക്റ്റായിട്ട് പിൻ ചെയ്യുക. പിന്നെ ഈ ഒരു മെറ്റീരിയലിന് ഇങ്ങനെ ലൈൻസ് ഉള്ളത് കൊണ്ടും ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. കണ്ടല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ബോക്സ് പ്ലീറ്റ് ഇത് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ 13 ഇഞ്ച് വരെ വേണം കേട്ടോ. ഇന്നിപ്പം മൊത്തം ആക്കിയില്ല. ഇവിടെയാണ് 13 ഇഞ്ച് എൻഡ് ചെയ്യുന്നത്, 13.5 ഇഞ്ച് എൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന്
നമുക്ക് ഇതിങ്ങനെ ഇട്ടതിന് ശേഷം പിൻ ചെയ്തല്ലോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതാ ഇവിടെ വരെ 13.5 ഇഞ്ച് വരെ അടിച്ച് നിർത്തുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ ചെയ്തുള്ളൂ. ഇതിൻ്റെ ഈ തുണിയുടെ തന്നെ ഇപ്പുറ സൈഡിലും സെൻറ്ററിൽ നിന്ന് 3.25 ഇഞ്ച് വിട്ട് പിന്നെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ തന്നെ ഒന്ന് ബോക്സ് ബീറ്റ് അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിപ്പോൾ ഞാൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പിന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നേരെ ഇങ്ങനെ മറിച്ചിടുക. നമ്മൾ ഒരു സൈഡ് ചെയ്തത് കൊണ്ട് മറ്റേ സൈഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ അളവ് നോക്കി തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. താഴത്തതിൻ്റെ ബോക്സ് ബീറ്റ് കൊടുത്തതിൻ്റെ കറക്റ്റ് നോക്കി ഇതുപോലെ വെച്ച് പിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഞാനിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ മറിക്കുമ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ചെടുക്കേണ്ടത് ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു പീസ് നിൽക്കുന്നുണ്ട്. അപ്പം ഈ പിൻ ചെയ്തതിലൂടെ ഇങ്ങനെയാണ് അടിച്ചെടുക്കേണ്ടത്. ആ സൈഡും അടിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് മെഷീനിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ അതിങ്ങനെ അടിച്ചെടുക്കട്ടെ. 13.5 ഇഞ്ച് ഇറക്കം വരെ ഇത്രയും ഭാഗം അവിടെ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് നിൽക്കും. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാനിപ്പം ബോക്സ് ബീറ്റ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ അടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് ബീറ്റ് വെച്ച് അടിച്ചത് നിവർത്തി 2 ഭാഗത്തേക്കും ഈക്വലായി മടക്കിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ അടിച്ച് കൊടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ മുകൾ ഭാഗം. ഇനി ഇതിൻ്റെ നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഫ്രണ്ട് പീസിന് വേണ്ട മെയിൻ മെറ്റീരിയലും അതുപോലെ അതിന് വേണ്ട ലൈനിങ് ഞാനിതുപോലെ ഒപ്പത്തിനൊന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടിനും ഒന്നിച്ചാണ് കഴുത്ത് വെട്ടിയെടുക്കുന്നത്. ഞാൻ 3 ഇഞ്ച് അകലത്തിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴേക്കും ഒരു 3.25 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ഇറക്കം എടുക്കുന്നത് 3.25 ഇഞ്ച്. ഇനി അത് ഇതുപോലെ ഒരു സ്ക്വയറായിട്ട് വരയ്ക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഷേപ്പും കൂടെ വരച്ചു കൊടുക്കുകയാണേ. വല്ലാണ്ട് കുഴിച്ച് വരയ്ക്കുന്നില്ല, കയറ്റിയുള്ളൊരു റൗണ്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് താഴേക്കായിട്ട് ഒരു 4.5 ഇഞ്ചിൽ ഇതുപോലൊരു ഷേപ്പും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിൻ്റെ ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അവിടെ നമ്മൾ കറക്റ്റ് 3 ഇഞ്ച് അകലം തന്നെ ഫ്രണ്ടിലെടുത്ത സെയിം അകലം തന്നെ എടുക്കുകയാണ്. 3 ഇഞ്ച് അകലം മാർക്ക് ചെയ്തു. താഴേക്കൊരു 3/4 ഇഞ്ചാണ് കേട്ടോ വിടുന്നത്. 1 ഇഞ്ച് പൂർണ്ണമായിട്ടും വിടുന്നില്ല, ഒരു 3/4 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നമുക്കൊരു ഇതുപോലൊരു റൗണ്ട് ഷേപ്പ്, വല്ലാണ്ട് അങ്ങോട്ട് ഒഴിച്ച് വരയ്ക്കേണ്ട, ഇങ്ങനെയൊരു ഷേപ്പ് വരച്ചെടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ വരാം. ഇനി നമുക്കിതിൽ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും 2 ലൈനിങ്ങും ഒന്നിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് നേരത്തെ ചെയ്തതിൻ്റെ കൂടെ കഴുത്ത് വെട്ടിയതിൻ്റെ ഒപ്പം തന്നെ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ മറന്നു പോയതുകൊണ്ട് ഞാനിപ്പം സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ്. അപ്പം ഒരു 1/2 ഇഞ്ചാണ് ഞാൻ താഴേക്ക് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ലോപ്പ് വരച്ച് കൊടുക്കുവാണേ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ നമ്മുടെ മെയിൻ മെറ്റീരിയലിലും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. ഇതിൻ്റെയും ബാക്കിൻ്റെയും ഞാനിപ്പം ഒന്നിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ കട്ട് ചെയ്യാണ്. സെയിം പോലെ തന്നെ 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ സ്ലോപ്പ് വരച്ചതിന് ശേഷം കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യാൻ പോകണം. ലൈനിങ് വെച്ചിട്ടല്ല ജോയിൻ ചെയ്യുന്നത്. ഇതിപ്പം മെയിൻ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ആദ്യം നമുക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. സോ രണ്ടും ഇതുപോലെ കൃത്യത്തിന് വെച്ചതിന് ശേഷം വെറുതെ ഒന്നങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വെറുതെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈനിങ്ങും ഇതുപോലെ ബാക്കും ഫ്രണ്ടും കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തത് കേട്ടോ. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല വശം ചേരുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ഒന്ന് അടിച്ചെടുക്കാം. മെയിൻ മെറ്റീരിയലിൻ്റെയും ഷോൾഡേഴ്സ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലൈനിങ്ങിൻ്റെയും ഷോൾഡേഴ്സ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ സമയത്ത് ഇത് തലയിലേക്ക് ഇട്ട് നോക്കാം. കാരണം നമുക്ക് കയറോ ഇല്ലയോ, കഴുത്ത് വലുതാണോ, നമുക്ക് ഓക്കെ ആണോ എന്നില്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഫുൾ അടിക്കുന്നതിന് മുന്നേ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കൂടെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിലേക്ക് ചെയ്യാനായിട്ട് ക്രോസ് പീസ് ആവശ്യമാണ്. അപ്പോൾ ഞാനൊരു 1.25 ഇഞ്ച് വീതിയിൽ 2 എണ്ണം കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം 2 പീസാണ്, ഒരു പീസല്ല 2 പീസാണ് കേട്ടോ. കാരണം ഒരു വശം നമുക്കിങ്ങനെ കൂടിയിരിക്കണം. അപ്പം ഞാനത് വെച്ച് അടിക്കാമെന്ന് വിചാരിച്ചിട്ട്
ഇനി ക്രോസ് പീസ് തന്നെ ഇതിപ്പോൾ 2 പീസസ് ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് ഇതുപോലെ തന്നെ വെച്ചടിച്ച് കൊടുക്കാം. മാറ്റമൊന്നും വേണ്ട, അങ്ങനെ തന്നെ അങ്ങ് വെച്ചടിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളത് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പം എനിക്ക് ഒറ്റയടിക്ക് നീളമുള്ള പീസ് കിട്ടാത്തതുകൊണ്ടാണ് 2 പീസ് കട്ട് ചെയ്തെടുത്ത്. ഇവിടെ കണ്ടില്ലേ, ഞാൻ 2 പീസും തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡ്സും ജോയിൻ ചെയ്തെടുത്തു, പിന്നെ പീസസ് തമ്മിലും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ മടക്കി വന്നിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോഴായിരിക്കും അത് വൃത്തി കിട്ടും. ഇനി നമ്മളിതിനകത്ത് പ്ലീറ്റ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പം പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ സ്റ്റാർട്ട് ചെയ്യണ ഭാഗത്ത് ഇതുപോലെ ഒന്ന് മടക്ക കൊടുത്തിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ് നല്ല വൃത്തിക്ക് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് കാണിക്കുന്നത് പോലെ ഇങ്ങനെയാണ് കേട്ടോ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഈ ലാസ്റ്റ് എൻഡ് വരെ ഞാൻ ഇതേ രീതിയിൽ തന്നെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ആ താഴ്ഭാഗത്ത് നമുക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് താഴ്ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാവേ. ഞാൻ ആ 2 പീസുകളും തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് എടുത്തുകൊണ്ടാണ് കേട്ടോ എനിക്കിത് ചെയ്യാൻ നല്ല ഈസി ആയിട്ട് വന്നത്. അപ്പം നിങ്ങളും അത് ജോയിൻ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തും കൂടി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ലാസ്റ്റ് വരെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം നമുക്ക് ചിലപ്പോൾ ആവശ്യം വരത്തില്ല. അപ്പോൾ ഞാൻ നെക്കിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചെടുത്ത് വന്നപ്പം ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കുറച്ച് കട്ട് ചെയ്ത് കളയാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നേ, ഞാൻ വീഡിയോയിൽ പിന്നെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ നെക്കിലേക്ക് ഇത് വെച്ച് പിടിപ്പിക്കുകയാണ്, അറ്റാച്ച് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടിങ് പോർഷനിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ലൈനിങ് വെച്ച് മറിച്ചെടുക്കുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് വിട്ടാൽ മാത്രമേ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ അടിച്ച് കഴിയുമ്പം എനിക്ക് എൻ പോർഷനിൽ അത് മൊത്തം വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എവിടം വരെ വേണോ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്റ്റാർട്ടിങ് പോർഷനിൽ നമ്മൾ മടക്കി വെച്ചില്ലേ, അതുപോലെ തന്നെ മടക്കി ഒന്ന് അവസാനിപ്പിക്കുവാണ് കേട്ടോ ചെയ്തത്. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ ഞാനിവിടെ പിടിപ്പിച്ചിരിക്കുന്നത്. ഒരു 1/2 ഇഞ്ച് വരണം എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ ഇവിടെ ഞാൻ ഈ ഒരു എൻഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടു. അതുപോലെ ഇവിടെ എൻഡ് ചെയ്തപ്പോഴും ഒരു 1/2 ഇഞ്ച് കൂടെ വിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഈ ഒരു ലൂപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ മുന്നത്തെ ഷോട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിനകത്ത് കാണിക്കാതെ കേട്ടോ. അതും കൂടെ ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെക്കാൻ പോവുകയാണ്. ലൈനിങ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തതാണല്ലോ, അത് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെയും നല്ല വശം അതുപോലെ ലൈനിങ്ങിൻ്റെയും നല്ല വശം ഈ തയ്യൽ തുമ്പ് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. കൃത്യമായിട്ട് അങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ ഞാനൊന്ന് ഫുൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇവിടെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ താഴെ നമ്മൾ വെച്ച പ്ലീറ്റ്സ് ഉണ്ടല്ലോ, ആ പ്ലീറ്റ്സിൽ അടിപ്പ് കയറരുത്. അപ്പം നമുക്ക് മറിഞ്ഞു വരികയില്ല. അതുകൊണ്ട് നമ്മളവിടെ അടിക്കുമ്പം ആ പ്ലീറ്റ്സ് ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം ആ സൈഡിൽ കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ഫുൾ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് മറിച്ചെടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്, പ്രത്യേകിച്ച് പ്ലീറ്റ്സും കൂടെ ഉള്ളതാണ്. അപ്പോൾ അതുപോലെ കട്ടിട്ട് കൊടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഫുൾ കട്ടിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ, എന്നാലേ നമുക്ക് നല്ല നീറ്റായിട്ട് മറിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക, ചുറ്റും കട്ടിട്ട് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ സ്റ്റിച്ച് പൊട്ടിപ്പോകാണ്ട് നോക്കണം കേട്ടോ. ഇങ്ങനെ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ലൈനിങ് ഫുള്ള് ഉള്ളിലേക്ക് ഒന്ന് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പുറത്തേക്ക് യാതൊരു തയ്യൽ തുമ്പും അങ്ങനെ ഒന്നും കാണാണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ നെക്ക് കിട്ടും കേട്ടോ. മറിച്ചെടുത്തതിന് ശേഷം ലൈനിങ് എല്ലാം കൃത്യമായിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാൻ കൂടെ ചെയ്യണേ. ആദ്യം നമുക്ക് മറിച്ചെടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും എല്ലാം കൂടി ഒന്ന് മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ ഷോൾഡറും കട്ട് ചെയ്താൽ ആം ഹോളും കട്ട് ചെയ്യാൻ കേട്ടോ നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും കൂടുതൽ ഇടുന്നതുകൊണ്ട് ഇത് കറക്റ്റ് ആയിരിക്കില്ല. സോ ഞാൻ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്യും. മീഡിയം ആയതുകൊണ്ട് തന്നെ 14 ഇഞ്ചസാണ്. അപ്പം ഒരു തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ആം ഹോൾ കട്ട് ചെയ്യുമ്പം ബാക്കിനേക്കാൾ കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്യുകയും കൂടെ ചെയ്യും കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ സ്ലീവ്സൊക്കെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ്സ് ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ ചെസ്റ്റിൻ്റെയും ബസ്റ്റിൻ്റെയും ഒക്കെ മെഷർമെൻറ്റ് ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴ്ഭാഗത്തേക്ക് ഓപ്പണിംഗ് ഒന്നും കൊടുക്കുന്നില്ല, അതിൻ്റെ ആ സൈഡിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് വെച്ചേക്കുവാണേ. ഇനി നമുക്ക് കറക്റ്റ് ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് അവിടെ കൂടി ഒന്ന് മടക്കി അടിച്ചാൽ മതി. നമ്മുടെ ടോപ്പിൻ്റെ ഫുൾ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞതാണ് കേട്ടോ.